ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് 30 മിനിറ്റ് മാത്രം സഞ്ചരിച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്പോട്ടിലേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര. സ്പോട്ട് എന്നതിനുപരി ഇതൊരു ക്ഷേത്ര പരിസരമാണ്. അതുകൊണ്ട് ആ പരിപാവനമായ അന്തരീക്ഷത്തിന് കളങ്കം വരാത്ത രീതിയിൽ ഇവിടം കണ്ടു മടങ്ങാൻ ശ്രദ്ധിക്കുക. 1/2 കിലോമീറ്റർ മോഡറേറ്റ് ട്രക്കിംഗ് നടത്തി വേണം മലമുകളിൽ എത്താൻ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങാം. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ വെയിലിന്റെ കാഠിന്യമില്ലാതെ കാഴ്ചകൾ കണ്ടു മടങ്ങാൻ പറ്റും. മുകളിലേക്ക് കുത്തിനെയുള്ള ഈ മല കയറാനുണ്ട്. കുറേയിടത്തൊക്കെ ഗ്രാബറയിലും പാറ കൊത്തി സ്റ്റെപ്പുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു കയറാനും ഇറങ്ങാനും ശ്രദ്ധിക്കുക. ഇടിമിന്നലും മഴയുള്ളപ്പോൾ പരമാവധി ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. പോകുമ്പോൾ ആവശ്യത്തിന് വെള്ളം കരുതാനും മറക്കരുത്. മലയുടെ മുകളിൽ അമ്പല പരിസരത്ത് ചെരുപ്പ് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സ്ഥലത്തിന്റെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇവിടെ എന്നാൽ നെയ്യാർ ഡാമിന്റെയും വന്യജീവി സങ്കേതത്തിന്റെയും ഒരു ആകാശക്കാഴ്ച എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ്. ശ്രീകോവിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് ദൂരെയായി നിലകൊള്ളുന്ന നെയ്യാർ ഡാമിന്റെ വ്യൂ അതിമനോഹരമാണ്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാളിപ്പാറയിലാണ്. മലയുടെ മുകളിലുള്ള ലോകാംബിക ക്ഷേത്രത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരള സർക്കാരിന്റെ കാളിപ്പാറ ജലസേന പദ്ധതിയും ഇവിടെ തന്നെയാണുള്ളത്. ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇത്തരം ട്രാവൽ റിലേറ്റഡ് കണ്ടന്റുകൾ കാണാനായി എന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.